നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ബോൾഗാട്ടി ജെട്ടിയിലാണ്. ബോൾഗാട്ടി ജെട്ടിയിൽ നിന്നും ഒരു ആഡംബര കപ്പലിൽ യാത്ര ചെയ്യാനായിട്ട് വന്നതാണ്. സാധാരണക്കാർക്കും കയ്യിലൊതുങ്ങുന്ന രീതിയിൽ ഒരു യാത്ര, ഒരു ആഡംബര യാത്ര. നമ്മൾ ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒട്ടനവധി ആളുകൾക്ക് ആഗ്രഹം കാണും കപ്പലിൽ യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു അവസരമാണ് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വെറും 2000 രൂപയ്ക്ക് കടലിലേക്കൊരു യാത്ര. ഈ ആഡംബര കപ്പലിൻ്റെ പേരാണ് നെഫർട്ടിറ്റി. ഫുഡ് ഉൾപ്പെടെ ആഡംബരമായ ഈ യാത്ര അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് യാത്രയിലേക്ക് പോകാം. ബോർഡിനാകുമ്പോൾ തന്നെ ടിക്കറ്റ് കാണിക്കേണ്ടതുണ്ട്. ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പടിപ്പുരക്കൽ ട്രാവൽസാണ് എനിക്ക് ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ID പ്രൂഫായിട്ട് നോക്കും. യെസ്, ഓക്കെ, താങ്ക് യു. ടിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം ഇവിടെ നമ്മുടെ ദേഹപരിശോധനയുണ്ട്. അൺഓതറൈസ്ഡ് സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ കയറുമ്പോൾ ഒരു ബാങ്കറ്റ് ഹാളിലേക്കാണ് കയറുന്നത്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 200 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബാങ്കറ്റ് ഹാളാണ്. ഒരുപാട് സന്തോഷം നെഫർട്ടിറ്റി തെരഞ്ഞെടുത്തതിൽ. നെഫർട്ടിറ്റി എന്ന് പറഞ്ഞ ഒരു ഈജിപ്തിന്റെ അഗ്നിയുടെ പേരാണ് നമ്മുടെ ഷിപ്പിന് കൊടുത്തിരിക്കുന്നത്. ഫറബ് കുടുംബത്തിലെ അഗ്നിയുടെ ഭാര്യയാണ് നെഫർട്ടിറ്റി. ഏകദേശം 12 വർഷമാണ് നെഫർട്ടിറ്റി ഈജിപ്ത് ഭരിച്ചത്. ബിംബമായിട്ട് പോലും നെഫർട്ടിറ്റി ആരാധിച്ചു പോകുന്നു. അത്ര നല്ല ഭരണകാലമായിരുന്നു. ആ ഒരു പേരിലാണ് നമ്മൾ ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ സൗകര്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ബാങ്കറ്റ് സിസ്റ്റ എന്നാണ് ഈജിപ്തിന്റെ നെയിം. ഒരേ സമയം 200 പേർക്ക് യാത്രയുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തൊട്ട് ബാക്കിൽ നമുക്കൊരു ചെറിയൊരു മിനി തിയേറ്റർ ഉണ്ട്. നൈൻ എന്നാണ് അത് ഈജിപ്തിന്റെ നെയിം. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ തരം. എന്തായാലും സിനിമ കാണാൻ വന്നേക്കണല്ലോ അല്ലെ, കടൽ കാണാൻ വന്നേക്കണല്ലേ. തൊട്ട് മുകളിൽ നമുക്ക് റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ പരിശുദ്ധവും പരിപാവനവുമായ എന്താ ഉള്ളത്, പരിശുദ്ധവും പരിപാവനമായ കടലോ ആ ബാർ. ഇവിടുത്തെ ഇന്നത്തെ പരിശുദ്ധവും പരിപാവനമായ അല്ല, കുട്ടികൾ കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതിന്റെ മുകളിലാണ് ഓപ്പൺ സൺഡക്ക്. നമുക്ക് വെയിലുണ്ടാകും, എന്നാലും രണ്ട് സൈഡിൽ നിന്നാലും കൊച്ചിയുടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാം, ഒരുപാട് ഷിപ്പുകൾ കാണാം. നമുക്ക് അറബിക്കടല് തൊട്ടറിഞ്ഞു പോവാം. ഓക്കെ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അപ്പൊ നമുക്കൊരു സേഫ്റ്റി കണ്ടിട്ട് നമുക്കൊരു പാട്ട് പാടിയിട്ട് നമുക്ക് എല്ലാവർക്കും മുകളിലേക്ക് പോകാം. അപ്പൊ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നമുക്കൊരു അടിപൊളി എന്റർടൈൻ ടീം നമ്മുടെ കൂടെയുണ്ട്. അക്കോസ്റ്റിക് പെർഫോമൻസ് ചെയ്യുന്ന മൈക്കിൾ ജൈഫിൻ, അദ്ദേഹത്തിന് നല്ലൊരു കൈഡ്. നിങ്ങൾ മുകളിൽ റെസ്റ്റോറന്റ് ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാട്ടുകൾ ഏത് ഭാഷയാവട്ടെ അവൻ പാടിത്തരും. നല്ലൊരു കൈഡ് കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലെ നമുക്കൊരു അടിപൊളി ഡാൻസ് ടീം ഉണ്ട്. ആൻഡ് ഫൈനൽ മത്സൽ ബദർ പെരുമ്പാവൂർ. ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. കോമഡി ഉത്സവം, കോമഡി മാസ്റ്റേഴ്സിലൊക്കെ വരാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്കും ചെറിയൊരു കൈഡ് തരുമോ? ഓക്കെ, അപ്പൊ നമുക്കൊരു സേഫ്റ്റി വീഡിയോ കണ്ടോ? പ്ലീസ് വാച്ച് സേഫ്റ്റി വീഡിയോ. Welcome on board MV Nefertiti MS Class 6 Special Train Passenger Vessel. Emergency signal. ഈജിപ്തിൽ നിന്നും ഉള്ള ഡിസൈനാണ് ഈ നെഫർട്ടിറ്റി കപ്പലിൽ മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈജിപ്തിലെ പരമ്പരാഗതമായ അവരുടെ ഡിസൈനാണ് കപ്പലിൻ്റെ ചുമരുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ ഡെക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുകളിലത്തെ ഡെക്കിലേക്ക് പോവുകയാണ് എല്ലാവരും. മുകളിലത്തെ ഡെക്കിൽ ചെന്നിട്ട് ഇനി കാഴ്ചകൾ കാണാം. ഒരു അടിപൊളി ബാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്നാക്സ് ഒക്കെ ആയിട്ടുള്ളൊരു ബാർ.
അപ്പോൾ ബാർ ഉപയോഗിക്കേണ്ടവർക്കൊക്കെ നല്ലൊരു ബാറാണിത്. എന്തൊക്കെയുണ്ട്? ബിയറൊക്കെ ഉണ്ടല്ലേ? ശരി ശരി. കിംഫിഷറാണ് മെയിനായിട്ട്. ഓക്കെ ഓക്കെ. കപ്പൽ ഇവിടുന്ന് മൂവ് ആയിരിക്കുകയാണ്. നമ്മുടെ എറണാകുളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഏറ്റവും മുകളിലത്തെ 3ാമത്തെ നിലയിലെ ഡെക്കാണ് നമ്മൾ കാണുന്നത്. മുകളിൽ കാണുന്നത് റഡാറാണ്, റഡാർ സിസ്റ്റമാണ്. ദേശീയ പതാക അവിടെ പറക്കുന്നുണ്ട്. കൂടാതെ സിഗ്നലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ക്യാബിൻ ക്രൂസ്, ക്യാപ്റ്റൻ ആൻഡ് പാർട്ടി ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് കപ്പൽ നിയന്ത്രിക്കുന്നത്. എൻ്റെ പുറയിൽ കാണുന്നതാണ് കപ്പൽ നിർമ്മാണശാല അല്ലേ? കപ്പൽ നിർമ്മാണശാലയാണ് കാണുന്നത്. ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം എറണാകുളത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടത് സൈഡിൽ കാണുന്ന ദൂരെ കാണുന്ന 2 പാലങ്ങൾ വെണ്ടുരുത്തിയും തോപ്പുംപടി, രണ്ടും ബ്രിട്ടീഷുകാരുടെ പണിത കേരളത്തിൽ പണിത ഏറ്റവും ഫേമസ് പാലങ്ങളാണ്. ആ കാണുന്നതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ നമുക്ക് വെസലുകൾ കാണാം. കോസ്റ്റ് ഗാർഡ് നേവിയുടെയൊക്കെ ഷിപ്പുകളാണത്. വല്ലാർപാടം ടെർമിനലാണ് നമ്മൾ ഈ കാണുന്നത്. ആ കാണുന്നതാണ് ആസ്പിൻ വാൽ കമ്പനി. ബ്രിട്ടീഷുകാരുടെ ഒരു കമ്പനിയായിരുന്നു. വളരെ മനോഹരമായ ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവർ പണിത് വെച്ച പള്ളികളും കെട്ടിടങ്ങളൊക്കെ ഇന്നും ഇവിടെ ഇങ്ങനെ തന്നെ അവശേഷിക്കുന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിദേശികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. ഇന്ത്യൻ സിനിമയിൽ പല ഭാഷകളിലുള്ള സിനിമകൾ സ്ഥിരമായിട്ട് ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. നമ്മുടെ ഈ നെഫ്രറ്റിറ്റി എന്ന് പറയുന്ന കപ്പൽ അറബിക്കടലിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഓളം ഒക്കെ വരുന്നുണ്ട്. നല്ല രസമാണ്. വേവ്സിൻ്റെ ആ ഓളത്തിൽ ആടിയുള്ള ആ പോക്ക്. അറബിക്കടലിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്, നല്ല രസമാണ് കേട്ടോ. ഒരു പുതിയൊരു അനുഭവം. കടൽ തിരമാലകളിലൂടെ ആടി അങ്ങനെ നമ്മളുടെ കപ്പൽ നെഫ്രറ്റിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. പുറകിൽ നോക്കുവാണെങ്കിൽ ഒരു കപ്പൽ വരുന്നുണ്ട്. ആ കപ്പൽ ചരക്ക് കപ്പലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്നും കര നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ കര കാണാൻ നമുക്ക്. ഇപ്പോൾ കരയിൽ നിന്ന് ഒരുപാട് ദൂരം നമ്മൾ കടലിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. കടലിൻ്റെ ഏകാന്തത എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് കപ്പലൊക്കെ കാണുന്നുണ്ട്. കപ്പലുണ്ട്, അതുപോലെ തന്നെ മീൻപിടുത്തത്തിൻ്റെ ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. കടലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. കുറച്ച് ദൂരം 20 നോട്ടിക്കൽ മൈലോളം നമുക്ക് പോകാൻ സാധിക്കും. അത് പിന്നെ തിരിച്ചു വരത്തുള്ളൂ. രാവിലെ 9 മണിക്ക് തിരിച്ചതാണ്. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് ഇത് വീണ്ടും നമ്മളെ കൊണ്ട് എത്തിക്കുക. സുരക്ഷിതമായിട്ടുള്ള യാത്രയാണ്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് നമ്മൾ പോകുന്നത്. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ബോട്ടുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ ബോട്ട്. സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടെയുള്ള ബോട്ടാണ്. എമർജൻസി ബോട്ടാണിത്. എമർജൻസിക്ക് ഉപയോഗിക്കുന്ന 2 സൈഡിലും ഓരോ ബോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഒന്ന് അപ്പുറത്തെ സൈഡിൽ ബോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് കപ്പലിൻ്റെ മുൻഭാഗമാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കപ്പൽ മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നത്തില്ല. പെട്ടെന്ന് കുറേ നിൽക്കുമ്പോഴാണ് നമുക്ക് കപ്പൽ മൂവ്മെൻറ്റ് അറിയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ചെറുതായിട്ടൊരു ഓളം മാത്രമേ ഉള്ളൂ.
ഞാനിപ്പോൾ നിൽക്കുന്നത് കപ്പലിൻ്റെ രണ്ടാമത്തെ ഡെക്കിലാണ്. രണ്ടാമത്തെ ഡെക്കിലെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട്. കൂടാതെ കപ്പലൊക്കെ വരുന്നത് കാണാം നമുക്ക്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചരക്ക് കപ്പൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നീല കടലാണ്. ആ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ നിൽക്കാവുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. നല്ലൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഇവിടെ ഉള്ളിൽ ഒരു പ്ലേ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ഒരു വീഡിയോ ഗെയിമൊക്കെയാണ് ഇവിടെ നമുക്ക് കളിക്കാവുന്നതാണ്. ഡോർ വഴിയാണ് നമ്മൾ വാഷ്റൂമിലേക്ക് പോകുന്നത്. ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. സോഫയൊക്കെ ആണെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബോറിങ്ങും ഇല്ലാതെ തന്നെ യാത്രയിലുടനീളം ആസ്വദിക്കാവുന്നതാണ്. കുടുംബമായിട്ടൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഒരു ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവമായിരിക്കും. നമ്മളിപ്പോൾ ഒരുപാട് ഉള്ളിലോട്ട് പോകുന്നിരിക്കുകയാണ്, ഉൾക്കടലിലോട്ട് പോകുന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ചരക്ക് കപ്പൽ പോകുന്നത് കാണാം. ചരക്ക് കപ്പൽ തീരത്തോട്ട് അടുത്തോട്ടിരിക്കുന്നു. ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പലാണ് പോകുന്നത്. സംഗീതത്തോടൊപ്പം വിഭവസമൃദ്ധമായ ഒരു ലഞ്ച് തന്നെയാണ് നെഫ്രത്തി നമുക്ക് തന്നിരിക്കുന്നത്. നല്ല രുചികരമായ ഭക്ഷണം. ലഞ്ചിലുള്ള സമയമായിരിക്കുകയാണ്. ലഞ്ച് ബിരിയാണി റൈസ് ഉണ്ട്. മലബാർ ചിക്കൻ കറിയാണിത്. വെജ് കുർമയുണ്ട്. അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയുണ്ട്. വിവിധതരം സലാഡിൻ്റെ മിക്സ് ഉണ്ട്. അതുപോലെ തന്നെ അച്ചാർ, പപ്പടം, തൈരുണ്ട്. കപ്പൽ ജെട്ടിയോട് അടുക്കുമ്പോൾ ഇവിടെ അത് അടുപ്പിക്കാനുള്ള ചില ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. റോപ്പ് വെച്ച് അത് വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് ബോൾഗാട്ടി ജെട്ടി. കപ്പൽ തീരത്ത് അടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വലിച്ച് റോപ്പിൽ കെട്ടുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് റോപ്പിൽ അത് ചുറ്റിയിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എൻജോയ് ചെയ്തു. അടിച്ചു പൊളിച്ചു. എന്തായാലും ഒരു പ്രാവശ്യം വരേണ്ടതാണ് തീർച്ചയായിട്ടും. ആസ്വദിച്ചു നന്നായിട്ട്. നല്ല വൈബായിരുന്നു അല്ലേ? എൻ്റെ പേര് മനോജ്. ഞാൻ കോട്ടയത്തു നിന്നാണ്. അടിപൊളി യാത്രയായിരുന്നു. വളരെ ചെറിയ ഒരു ട്രിപ്പാണെങ്കിലും വളരെ മനോഹരമായിട്ടും വളരെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അതോടൊപ്പം തന്നെ ആഹാരം, DJ പാർട്ടി, DJ ഡാൻസ്, ഈവൻ മിമിക്രി ഉൾപ്പെടെ നമുക്ക് വേണമെങ്കിൽ പാട്ട് പാടാൻ പറ്റുന്ന അവസരം വരെയുണ്ട്. വണ്ടർഫുൾ ട്രിപ്പ്. താങ്ക് യു. യാത്രയൊക്കെ വളരെ സന്തോഷപ്രദമായിരുന്നു. അടിച്ചു പൊളിച്ചു. നല്ലതായിരുന്നു. നല്ല ജേർണിയായിരുന്നു. ഗുഡ് എക്സ്പീരിയൻസ്. വീണ്ടും വരാൻ തോന്നുന്നു. TTയോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും യാത്രയാവുകയാണ്. ഒരു നല്ല നിമിഷം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് വളരെയധികം നന്ദി. നല്ലൊരു ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരമൊരുക്കിയതിന് നെഫ്ര TT ടീമിനോട് നന്ദി പറയുന്നു.
താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ സിതംഗം. ടേക്ക് കെയർ. ബൈ ബൈ.